ഹായ് ഡിയേഴ്സ്, നമുക്കൊന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് പോയാലോ. ഞങ്ങളിത് ഈ 4 യെല്ലോ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനും അതുപോലെ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജ് ഭയങ്കര റഷായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യത്തും പോലെ ഞാൻ ഗ്ലോബൽ വില്ലേജിലേക്ക് കാണാനല്ല വന്നിട്ടുള്ളത് കേട്ടോ, ഇപ്രാവശ്യം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ ഐറ്റം സ്മോക്ക് ഷവർമയിലെ ചിക്കൻ ഷവർമ. അത് എനിക്ക് അത്രയ്ക്ക് സ്പെഷ്യാലിറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. നോർമൽ ഷവർമയുടെ അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നെക്സ്റ്റ് ഐറ്റം ഫോൾഡിലെ ക്രൊസോൺ ബീഫ് ബർഗർ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളിത് ഒന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വാങ്ങേണ്ടി വന്നിട്ടോ, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രൊസോണിൻ്റെ ഉള്ളിൽ ബീഫ് പാറ്റിയും അതിന് സോസൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. ക്രൊസോണിൽ മാത്രമല്ല പൊറോട്ടയിലും ഉണ്ട്, പക്ഷേ ക്രൊസോണാണ് കേട്ടോ അടിപൊളി. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് അമേരിക്കൻ പവീലിയനിലെ ചാമോയ് മാംഗോ. ഇത് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ ഒരു സ്പൈസി മിക്സിലൊക്കെ മുക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് തരുന്നൊരു സാധനം. നിങ്ങൾ ഈ കളറൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട, ഇത്രയും സ്പൈസി ഒന്നും അല്ല കേട്ടോ. നമ്മൾ കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. സ്വീറ്റും സവറും ടാങ്കിയും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്ലേവറുള്ള ഐറ്റമാണ്. ഒരുപാട് ഫ്രൂട്ട്സ് അതിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ മാംഗോ ആണ് ട്രൈ ചെയ്തത്. സംഭവം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ബോസ്നിയൻ ഹൗസിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വന്ന് ആകെ വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ബോസ്നിയൻ ഹൗസിലെ ബോസ്നിയൻ സാൻഡ്വിച്ച്, കെബാബ്, ബർഗറൊക്കെ. ഇപ്രാവശ്യം കെബാബാണ് വാങ്ങിയത്. ഇത് ഇക്കാൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ ഐറാൻ എന്ന് പറഞ്ഞിട്ടൊരു ലെബനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തുർക്കി പവിലിയനിലെ ബിസ്കോയിൽ വരുന്ന നമ്മുടെ ഓവർലോഡ് തിരാമിസു. ഇതും ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങി നോക്കിയതാണ്. സംഭവം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. തിരാമിസു ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് എനിക്ക് സാൻ സെബാസ്റ്റ്യൻ കേക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒന്ന് വാങ്ങി നോക്കിയതാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.